ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാനിന്ന് സ്ത്രീകൾ ഇവിടെ കമോൺ എന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകിച്ചും അവനവൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമുക്ക് ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടായാൽ പോലും നമ്മളത് ശ്രദ്ധിക്കാറില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നിസ്സാരമായിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, സൂചി കൊണ്ട് എടുക്കേണ്ടത് ഒരു തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഗതി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഈ പറയുന്ന എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സർജറികളുടെ ഒരു 2-3 സർജറികൾ എനിക്കിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ സർജറിയിലേക്കുള്ള പാത തുറന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നി നിങ്ങളായിട്ട് പങ്കുവെക്കാം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആർക്കെങ്കിലും അതൊരു ഉപകാരമാവും അല്ലെങ്കിൽ ആവട്ടെ, ഇത് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയാച്ചാൽ അങ്ങനെ ആവട്ടെ വെച്ചിട്ട് ഞാനത് പങ്കുവെക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ കമോൺ എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ശ്രദ്ധിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ആദ്യത്തെ സർജറിയിലേക്ക് എനിക്കുള്ള കാൽവെപ്പ് ഉണ്ടായത് ഞാൻ പോലും അറിഞ്ഞില്ല. എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എനിക്ക് എൻ്റേതായിട്ട് കുറച്ചൊക്കെ വിമിഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും അവഗണിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കൂല്ലേ. അപ്പം നമുക്ക് നമ്മളൊരു വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭർത്താവിനും മക്കൾക്കും ഉള്ള ഭക്ഷണം പാചകം ചെയ്യൽ, വീട് ക്ലീനിങ്, നമ്മൾ തുണികൾ കഴുകൽ, ഇതെല്ലാം നമുക്ക് ഇപ്പം ഏട്ടനെ സംബന്ധിച്ചിടത്തോളം തുണികൾ കൈകൊണ്ട് തന്നെ കഴുകണം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ ധൃതിയിൽ ഓരോരോ കുറച്ച് ചിട്ടയും കാര്യങ്ങളും ഉള്ളൊരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ളവരാകുമ്പോൾ നമുക്ക് ഇത്തിരി വെപ്രാളത്തിൽ നമുക്ക് പണിയെടുക്കണം. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നു കൊണ്ടാണ് തുടയ്ക്കുക, കോലുപയോഗിച്ചിട്ടല്ല, നിലം നമ്മൾ ഇരുന്നു കൊണ്ടാണ് തുടയ്ക്കുക. തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു ക്ഷീണം തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും സ്വാഭാവികമായും നമുക്ക് റെസ്റ്റ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ പണിയെടുക്കണം കൊണ്ട് കണ്ടായിരിക്കാം എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ സാധാരണ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റാതെ ഒന്നിങ്ങനെ പിന്നിലേക്ക് ചാഞ്ഞ് ഇങ്ങനെ കൈ കുത്തിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്ര ശ്രദ്ധിക്കില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം, ഒരു ശ്വാസം മുട്ടുന്നൊരവസ്ഥ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം വേണ്ട, വിശപ്പില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ലതുപോലെ ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ക്ഷീണിച്ചിട്ട് അന്ന് ഞാൻ ഇത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല, മെലിഞ്ഞിട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ മെലിഞ്ഞതിൽ നിന്നും കൂടുതൽ മെലിയാന്ന് മാത്രമല്ല, അതിൻ്റെ കഴുത്തിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ, മുഖമൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ വാർന്നു പോയ പോലെ അങ്ങനെയൊക്കെ ആയിട്ടാവുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ ക്ഷീണം എന്താണെന്ന് ചോദിക്കും. അതുപോലെ നമ്മളതിനെ ആരെങ്കിലുമൊക്കെ ഫോണിലൊക്കെ വിളിച്ച സമയച്ചാൽ നമ്മൾ ഫോൺ എടുത്താൽ അവർ ചോദിക്കും എന്താ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടല്ലോ, എന്താ കിതയ്ക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഫീലിംഗ് ഇല്ല, പക്ഷേ മറ്റുള്ളവർക്കത് തോന്നുന്നുണ്ട്. അപ്പം എന്നോട് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ആകെ എനിക്ക് ഒരു തോന്നലുണ്ടായത് എന്താ വെച്ചാൽ, ഞാനും അങ്ങനെ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് അത്യാവശ്യം ഉണ്ടായിരുന്നു, വയറുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ആദ്യം നല്ലതുപോലെ മെലിഞ്ഞ ഞാൻ കുറച്ച് തടിയൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാരമ്പര്യമാണ് വയറ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കാറില്ല. പിന്നെ നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത രൂപത്തിലായതുകൊണ്ടും വയറ് ഞാൻ അത്ര പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ബെൽറ്റ് ഇട്ട് മുറുക്കി വലിഞ്ഞ് നിൽക്കുന്ന പോലെ എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കാണുക, വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം. അത്ര നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം. ആ സോഫ്റ്റ് ആയിട്ടിരിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും, അല്ലെങ്കിൽ നമുക്ക് മോഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. വയറിനൊരു ബലം അല്ലെങ്കിൽ ഒരു കട്ടി ഉണ്ടായിരിക്കും. അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വയറ് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്, അതായത് ഒരു ബലം പോലെ ഇരിക്കുകയാണ്, സോഫ്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെയൊക്കെ കാണുക അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എനിക്കുണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ശ്വാസം മുട്ടുന്ന പോലെ എന്ന് പറഞ്ഞു, വിശപ്പില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ആയിരുന്നു എനിക്കുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ വിശപ്പില്ലെങ്കിലും പൊതുവിലും ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി പിന്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കാരണമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും പിന്നെ ഞാൻ പിന്നിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ 1-2 പ്രാവശ്യം ഏട്ടൻ എന്നോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ പിന്നിലേക്ക് ചാഞ്ഞിട്ടിരിക്കണത്? ശരിക്കും നീ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. നീ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയുന്ന എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാനും പറഞ്ഞു കേട്ടോ.
പക്ഷേ ഇരിക്കുമ്പോൾ ശരിയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പിന്നിലേക്ക് കൈ കുത്തിയിട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അതായത് ഇങ്ങനെ നിവർന്ന് ഇരിക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ആയി. വയറിനപ്പം എന്നോട് ഒരു ദിവസം ഏട്ടൻ പറഞ്ഞ് എൻ്റെ വയറ് ഭയങ്കര കട്ടി പോലെ തോന്നുന്നുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് പഴയ ഒരു ഞങ്ങളെ എറണാകുളത്താട്ടോ, ഒത്തിരി പ്രായമായ പണ്ടത്തെ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു തടിപ്പുണ്ട്, ഒന്നെങ്കിൽ ചിലപ്പോൾ ഫൈബ്രോയിഡ് ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊന്ന് സ്കാനിങ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്നുള്ളത് പറയാം, ഫൈബ്രോയിഡാന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഫൈബ്രോയിഡ് അല്ല, സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അത്ര കണക്ക് കൂട്ടിയില്ല. അത് കഴിഞ്ഞു നമ്മൾ റെയിൽവേ ഹോസ്പിറ്റലൊക്കെ പോയി, തിരുവനന്തപുരത്തൊക്കെ പോയി. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ പിടിക്കും, അതായത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾക്ക് ഒരു ദിവസം പോകണം, പിന്നെ സർജറിക്ക് വേറൊരു ദിവസം പോകണം. അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കീ ഹോൾ സർജറി വഴി നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്ക് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്മിഷനായി. തലേ ദിവസം വൈകിട്ട് അഡ്മിഷനായിട്ട് പിറ്റേ ദിവസമാണ് സർജറിക്ക് കീ ഹോളിന് അവർ നോക്കുമ്പോൾ അവർക്ക് പറ്റണില്ല. അങ്ങനെ നമുക്ക് ഓപ്പൺ സർജറി എനിക്ക് ചെയ്തു. ഓപ്പൺ സർജറി ചെയ്തപ്പോഴാണ് കഥകളെല്ലാം അവർക്കും മനസ്സിലാവുന്നത്. കാരണം ഫൈബ്രോയിഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 7 മാസം പ്രഗ്നൻസി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് 7 മാസം ഉള്ള കുട്ടിക്ക് എത്രത്തോളം നമുക്ക് വലിപ്പമുണ്ടോ അതേ വലിപ്പത്തിൽ ഒരു മാംസ കഷ്ണം എനിക്ക് അടിവയറ്റിൽ നിന്നും എൻ്റെ ബ്രസ്റ്റിന് നേരെ താഴെ വരെ അത്രയും നീളത്തിൽ വളർന്നു വന്നിരിക്കുകയാണ്. അതെവിടെയായിരുന്നു? നമ്മുടെ ശ്വാസകോശത്തിനും നമ്മുടെ ആമാശയത്തിൻ്റെയും ഇടയിൽ കൂടെയാണ് തിങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയും എനിക്ക് വിശപ്പില്ലാതിരിക്കുന്നതിൻ്റെയും കാരണം അതായിരുന്നു. കാരണം ഈ മാംസം വളർന്ന് വന്ന് ഇതിന് തിക്കിയിരിക്കുക, ആമാശയത്തിനും തിക്കിയിരിക്കുകയാണ്, നമ്മുടെ ശ്വാസകോശത്തിനും തിക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടി നല്ല അത്യാവശ്യം അതിൻ്റെ കൈപ്പത്തിയിട്ടതിനേക്കാളും വീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സർജറി ചെയ്തപ്പോൾ ഡോക്ടർ ഏട്ടനോട് പറഞ്ഞു ഓപ്പൺ സർജറി ചെയ്തിട്ട് ഞങ്ങൾ ഓപ്പൺ സർജറി ചെയ്യണം, അല്ലാതെ പറ്റണില്ല, അപ്പോൾ അത് ഫൈബ്രോയിഡ് അല്ല, ഇങ്ങനൊരു വളർച്ചയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടില്ല, കുട്ടികളും കണ്ടു, ഏട്ടനും കണ്ടു, പ്രജർ വീട്ടിൽ നിന്ന് പ്രജയുടെ അമ്മയും വല്യമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കണ്ടു. അതുപോലെ തന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ബീഫിൻ്റെ കളറാണ് അത്ര അതുണ്ടായിരുന്നത്, അത്രയും ഡാർക്ക് കളറാണ്. ആ ഡാർക്ക് കളറിൻ്റെ മുകളിൽ ശരിക്കും നമുക്ക് നീല ഞരമ്പുകൾ പോലെ ആ ഞരമ്പുകൾ അങ്ങനെ തെളിഞ്ഞ് കാണാമെന്ന്, അത്രയ്ക്ക് അങ്ങനെ ഒരു മാംസകഷ്ണമായിരുന്നു എന്ന്. അത് കാണുമ്പോൾ അത്രയും വലിപ്പമുള്ളൊരിത്. അപ്പോൾ ഏട്ടൻ ഉറക്ക കരഞ്ഞു. ഏട്ടൻ ഉറക്ക കരയാൻ കാരണം ഈ ഒരു സാധനം വയറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇരുന്ന് തുടയ്ക്കുന്നത്, ഇതൊക്കെയാണ് അത്ര ഏട്ടൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഏട്ടൻ ഉറക്ക കരഞ്ഞ് ഏട്ടൻ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവർക്കും പേടിയായി, എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും പേടിയായി. കാരണം ആരും ഇതിങ്ങനെ വിചാരിക്കണില്ലല്ലോ, ഇങ്ങനെ ആർക്കും കണ്ടിട്ടുമില്ല. അപ്പോൾ ആദ്യം പോയിട്ടൊരു ബക്കറ്റ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. നമ്മൾ ഈ സ്റ്റെക്നമി കഴിഞ്ഞാൽ, അതായത് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ പറയില്ലേ, അതുപോലെ തന്നെ ഒരു ബക്കറ്റ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ആ കൊണ്ടുവന്ന ബക്കറ്റ് അപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ളവർ കൊടുക്കുന്ന ബക്കറ്റ് മതിയായില്ല, എന്നിട്ട് വേറൊരു ബക്കറ്റ് പോയിട്ട് കൊണ്ടുവരേണ്ട അത്രയും വലിപ്പമുള്ളൊരു സാധനമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 7 മാസം വളർച്ചയുള്ള ഒരു കുട്ടിയുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ കൂടെ തിങ്ങി വിങ്ങി പോയത് കൊണ്ട് പുറത്തേക്ക് എടുത്തപ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ അത് ഫൈബ്രോയിഡ് ആയിരുന്നില്ല, ഇതായിരുന്നു സംഗതി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, വർഷങ്ങൾ പോന്നു എങ്കിലും ഞാൻ ചിന്തിച്ചു, എന്നെ പോലെ നമ്മളിതെല്ലാം നിസ്സാരമാക്കി കളയുമ്പോൾ ആർക്കെങ്കിലും ഒരു ഇത് കേട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു മോട്ടിവേഷനല്ല എങ്കിലും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു നമുക്കൊരു കരുതൽ എടുക്കാൻ തയ്യാറാകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യമാണിത്. ഈ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവഗണിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സുഖമില്ലാതെ തോന്നി നമ്മൾ കൊണ്ടുപോകും, പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് മെൻസസ് ഒക്കെ ക്ലിയർ ആയിരിക്കും,
അതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ നോർമൽ ലൈഫ് നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ രീതിയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നമുക്ക് വിശപ്പില്ലാതിരിക്കുക, നമുക്ക് വയറ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും നമ്മുടെ വയറ് ടൈറ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ വയറ് തൊട്ട് നല്ല സോഫ്റ്റാണ്. അങ്ങനെ സോഫ്റ്റ് ഇല്ലാത്ത വയറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്ത്രീകളുടെ വയറ് സോഫ്റ്റ് അല്ല, തൊടുമ്പോൾ നമുക്കത് സോഫ്റ്റായിട്ട് തോന്നുന്നില്ല, നല്ല കട്ടി പോലെ തോന്നുക വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ആദ്യത്തെ സർജറിക്കുള്ള കാൽവെപ്പ് ഇതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഘോഷയാത്രയായിട്ട് 2, 3 നമുക്ക് കഴിഞ്ഞു. എങ്കിലും ഈ ഒരു സാഹചര്യം എനിക്ക് തോന്നി നിങ്ങളോട് പങ്കുവെക്കണം എന്നുള്ളത്. നമുക്ക് നിസ്സാരമായിട്ട് കരുതുന്ന പലതും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്ക് എത്താം. അപ്പോൾ ചിലപ്പോൾ കാലങ്ങളോളം ഇങ്ങനെ ഞാൻ വീണ്ടും ശ്രദ്ധിക്കാതിരുന്നു. ഏട്ടൻ എന്നോട് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയാതെ ഞാനത് കൊണ്ട് നടക്കായിരുന്നു വെച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം ശ്വാസകോശത്തിനും ആമാശയത്തിനും ഇടയിൽ കൂടെ ആയി ഭക്ഷണം ചിലപ്പോൾ എനിക്ക് ചെല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഇനിയും നിങ്ങൾ വൈകിയുണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും ഭക്ഷണം ചെല്ലാത്തൊരവസ്ഥ, കാരണം ആമാശയത്തിനെ ചുരുക്കി കൊണ്ടുവരികയാണ് ഇത്ര. അപ്പോൾ ഭക്ഷണം ചെല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ നോക്കുള്ളൂ. അപ്പോഴത്തേക്കും ചിലപ്പോൾ കൈവിട്ട് പോയിണ്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ വന്നതും ഇങ്ങനെയൊക്കെ ചെയ്തതും നമ്മളും ഫൈബ്രോയിഡാണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിലും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ആമാശയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഇടയിലായപ്പോൾ ക്ലിയറായിട്ട് സ്കാനിങ്ങിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഒന്നാമത്തെ സർജറി ഇങ്ങനെയാണ്. മാത്രമല്ല ഈ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഒരു സ്കാനിങ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യണം എന്നുള്ളത് പറയും. പുറം രാജ്യങ്ങളിലുള്ളവർ 6 മാസം കൂടുമ്പോൾ പല്ലൊക്കെ എപ്പോഴും പല്ല് ഡോക്ടറെ കണ്ട് പല്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളൊന്ന് സ്കാനിങ് ചെയ്യുക, അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക എന്ന് പറയും. നമ്മൾ അത് വിട്ട് കളയും. അതുപോലെ പ്രത്യേകിച്ചും ലേഡീസിന് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുക വെച്ചാൽ ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുക. സ്കാനിങ്ങിലൊക്കെ നമുക്ക് ഒരുവിധം മുഴുവൻ കണ്ടില്ലെങ്കിലും ഒരുവിധമൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം തോന്നിയത് കൊണ്ട് പങ്കുവെച്ചതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.